അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡുവിന്റെ റെസിപ്പിയാണ്. ഈ ഒരു ലഡ്ഡു നമ്മൾ തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡ്ഡുവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ 250 ml ഈ ഒരു അളവ് കപ്പിലാണ് അളന്നിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ തരികളായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഹോൾസ് ഉള്ള ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം തോർന്നതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു നുറുക്ക് ഗോതമ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മളിത് കഴുകുന്ന സമയത്ത് തന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ചെറിയതായിട്ട് നമുക്കൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു നനവൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ചൂടാക്കി എടുത്ത ഈ ഒരു നുറുക്ക് ഗോതമ്പ് അതിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചേറെ തന്നെ നുറുക്ക് ഗോതമ്പ് ഉള്ളതുകൊണ്ട് ഞാനിതൊരു 3 തവണയായിട്ടാണ് കേട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുന്നത്. നമ്മളിത് കഴുകി എടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഫൈനായിട്ട് നമുക്കിതങ്ങ് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇതിലും കുറച്ചും കൂടി ചെറിയ തരികളായിട്ട് നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടും. നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ലഡ്ഡു ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ നുറുക്ക് ഗോതമ്പ് കഴുകി നന്നായിട്ടൊന്ന് ഉണക്കി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 3 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ ടീസ്പൂൺ റവയും കൂടി ഇട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ മിക്സിയിൽ നമ്മളൊരു 1-2 മിനിറ്റ് ഇട്ടൊന്ന് പൊടിക്കുമ്പോഴത്തേക്കും തന്നെ ഇതിലും കുറച്ചും കൂടി ചെറിയ തരികളായിട്ട് നമുക്കിത് കിട്ടും. ഇതുണ്ടല്ലോ, ലാസ്റ്റ് നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചെറിയ തരികളായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ റവ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ചെറിയ തരികളായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു 3 തവണയായിട്ട് ഞാൻ ഈ ഒരു നുറുക്ക് ഗോതമ്പല്ല ഇതുപോലെ കുറച്ചും കൂടി ചെറിയ തരികളായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നുറുക്ക് ഗോതമ്പ് പൊടിക്കുന്ന ഒരു സമയത്ത് ഓരോ തവണയും നമ്മൾ ഓരോ ടീസ്പൂൺ റവയും കൂടെ വെച്ചിട്ട് ഒരു 3 ടീസ്പൂൺ റവ നമ്മൾ ടോട്ടൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ലഡുവിലേക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഒരു ഉണക്കമുന്തിരി എല്ലാം ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇനി ഈ ഒരു നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 250 ml പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് നമുക്ക് 1 കപ്പ് പാൽ തന്നെ ആവശ്യമായിട്ട് വരത്തുള്ളൂ. അഥവാ നമ്മളിത് ലാസ്റ്റ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പാല് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഈ പാല് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാല് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഒരു ലഡുവിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഏലക്കായും പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി മാത്രമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ലഡ്ഡു ഞാൻ ഓറഞ്ച് കളറിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാലിലേക്ക് കുറച്ച് മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഓറഞ്ച് കളറിലുള്ള ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മളിത് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലഡുവിന് ചെറിയൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ 2-3 നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മഞ്ഞ കളറിലുള്ള ലഡ്ഡു നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ തേങ്ങ ഒന്ന് ചെറുക്കി എടുത്തതിന് ശേഷം ആ ഒരു തേങ്ങ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി.
ഈ ഒരു സമയത്തേക്ക് നമ്മൾ തീ നന്നായിട്ട് ഇരുന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെറിയതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു നുറുക്ക് ഗോതമ്പ് എല്ലാം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു തരിയോട് കൂടിയിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര ഇതിനകത്ത് കിടന്നൊന്ന് ഉരുകുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പഞ്ചസാര പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു നോർമൽ മധുരമുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ലഡു വാങ്ങിക്കുന്ന ഒരു മധുരം കിട്ടണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതൊന്ന് ഉരുട്ടി നോക്കാം, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിട്ടുണ്ടോ എന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ആദ്യമേ വറുത്തെടുത്ത് വെച്ചിരുന്ന ഒരു ഉണക്കമുന്തിരിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഈ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മളിത് ഒരുപാട് ബലം കൊടുത്ത് ഉരുട്ടരുത്. പതിയെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ലഡു എല്ലാം തന്നെ ഞാനിവിടെ നിന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു ആണ്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ലഡു ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ലഡു ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ലഡുവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.